السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ഇന്ന് മൗത്ത് എന്ന വിഷയമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സൂറത്ത് ആല ഇമ്രാന്റെ 185-ാമത്തെ വചനം. സർവമേൽ പ്രധാനമായ വചനം. ഏത് ഖുർആൻ ഓതാത്തവർക്കും പഠിക്കാത്തവർക്കും വരെ ചുണ്ടിൽ മനപ്പാടമുള്ള ഒരു ആയത്താണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതറിയാത്ത ഒരാൾ തന്നെ, ഖുർആൻ അറിയാത്തവർ തന്നെയും ഇതറിയാത്ത ഒരാൾ 4 മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുത്ത് തെൽഖീൻ കേട്ടാലും ഇതറിയും. ഇതറിയാത്ത ആളുകൾ നമ്മുടെ നാടിൽ ഉണ്ടാവില്ല എന്നത് ഒരു യാഥാർത്ഥ്യം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമah فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. എന്താ അല്ലാഹു പറയുന്നത്? കുല്ലു നഫ്സിൻ, ഏതൊരാത്മാവ്, ദായിഖത്തുൽ മൗത്ത്, മരണത്തിന്റെ രുചി അറിയേണ്ടതാകുന്നു. ദൗഖ് എന്ന വാക്കാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അത് ഞാൻ ആ ഭാഗം പിന്നെ പറയും. ദൗഖ്, രുചി. മരിക്കും എന്നുമല്ല പറഞ്ഞത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരിക്ക എന്നതാണ് വലിയ വിഷയം. അത് ഗൗരവമുള്ള ഒരു സംഗതിയാണ്. മരണം, അതിന് രുചിയുണ്ട്. രുചി എന്നാൽ 2 കാര്യങ്ങളിൽ പ്രധാനമായും അധിഷ്ഠിതമാണ്. ഒന്ന് മാധുര്യവും, മറ്റൊന്ന് കയ്പും. ഏറ്റവും തിക്തമായതും ഏറ്റവും സന്തോഷകരമായതും രണ്ടും രുചിയുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു നല്ല രുചി നമുക്കൊക്കെ നൽകട്ടെ. ആ ഭാഗത്തേക്ക് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. മറ്റൊരായത്ത് ഇങ്ങനെ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാവരും, ഈ ഭൂമുഖത്തുള്ള എല്ലാവരും മരിച്ചു തീരും. എല്ലാവരും, മരിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. ويبقى وجه ربك ذو الجلال والإكرام. എല്ലാവരും കണ്ണമ്പറമ്പ് കാണാൻ വേണ്ടി ചില ആളുകൾ എന്നോട് പറഞ്ഞു. ഞാൻ ഇവിടെ ഒരു ശ്മശാനയുടെ ഖബർസ്ഥാൻ കണ്ടപ്പോൾ ഒരു വലിയ കൗതുകം എനിക്ക് തോന്നി. ഈ ബേപ്പൂരിലേക്ക് പോകുന്ന വഴി ഒരു ഖബർസ്ഥാൻ കണ്ടപ്പോൾ ഒരു ദിവസം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്ന് ആ ഖബർസ്ഥാൻ ഒന്ന് നോക്കി നിന്നു. നല്ല പഞ്ചാര മണലിൽ വിശാലമായ ഒരു ഖബർസ്ഥാൻ. ഞാനങ്ങനെ കുറെ നേരം അത് നോക്കി നിന്നു. ഈ മനുഷ്യന്മാരെ ഒന്ന് ഹയാത്താക്കിയാൽ ഒരു സമ്മേളനത്തിന് അവർ മതിയാകുമല്ലോ എന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് ആ കണ്ട ഒരു കൗതുകം പിന്നെ ഞാൻ വേറെ ഒരു സദസ്സിൽ പറഞ്ഞു. അപ്പോൾ കോഴിക്കോട്ടുകാർ എന്നോട് ചോദിച്ചു, നിങ്ങൾ കണ്ണമ്പറമ്പ് കാണാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സത്യത്തിൽ കോഴിക്കോട്ടെ ഈ ദഅവത്ത് 5-6 കൊല്ലമായി ആരംഭിച്ചിട്ടും ഞാൻ കണ്ണമ്പറമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പ് കണ്ണമ്പറമ്പ് കാണാനുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ അതിനെ കരുതി മറ്റുള്ള പരിപാടികളെല്ലാം ഒരു
ഞായറാഴ്ച ക്ലാസ്സിന് ശേഷം എല്ലാം മുടക്കി അന്ന് കണ്ണമ്പറമ്പ് കാണാൻ വേണ്ടി ഞാൻ പോയി. കണ്ണമ്പറമ്പ് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് കണ്ണമ്പറമ്പ് ഞാൻ എന്നോ കാണേണ്ടതായിരുന്നു എന്ന്. അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള മയ്യത്ത് പറമ്പുകളെല്ലാം ഒരു നിലക്ക് കണ്ണമ്പറമ്പുകൾ തന്നെ ആയിരുന്നു. എത്ര വിശാലമാണ്. ഒരു വയസ്സായ ആൾ എന്നോട് പറഞ്ഞു 5 or 6 തവണ മാണ്ടിയിട്ട് മറവ് ചെയ്തിട്ടുണ്ട്. ലക്ഷങ്ങളായ ആളുകളാണ് കണ്ണമ്പറമ്പിൽ കിടക്കുന്നത്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് ചെയ്യട്ടെ. അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. സമ്മേളനങ്ങൾക്ക് അവർ മതിയാകും എന്ന് എനിക്ക് തോന്നിയത് ഞാൻ പിന്നെ മാറ്റി. മഹാസമ്മേളനങ്ങളും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളുണ്ടാകും കണ്ണമ്പറമ്പിൽ. നമ്മെപ്പോലെ മജ്ജയും മാംസവുമുള്ള ആളുകളൊക്കെ ആയിരിക്കും അവർ. ഇന്നവർ പരലോകത്തിന്റെ പാർസലുകളായി ഭൂമിക്കടിയിൽ കിടക്കുകയാണ്. എപ്പോഴാണോ അവരെ ഹയാത്താക്കുന്നത് എന്ന ദിവസത്തെ കാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിച്ച് നല്ലവരായി തീരാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നെ കൊണ്ടുപോയ വയസ്സായ അയാൾ അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരന്റെ സിയാറത്തും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ആ സിയാറത്ത് ചെയ്ത് ഒരു കാലം ഞാൻ മാറ്റി ചവിട്ടിയപ്പോൾ ഉണ്ട് വേറെ ഒരു ഖബർ. നല്ല വെണ്ണക്കല്ലിൽ ഡോക്ടർ അബ്ദുൽ ഗഫൂർ 1984 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്നെ വളരെ കൂടുതൽ സത്യത്തിൽ എന്തോ ഒരു നിമിത്തം പോലെ ഞാൻ ആ ഖബറിന്റെ അരികിൽ എത്തി. ഞാൻ ആ ഖബറിന്റെ അരികിൽ കുറെ നേരം നിന്നു. ഡോക്ടർ അബ്ദുൽ ഗഫൂറിന്റെ ഖബറിന്റെ അരികിൽ. സത്യത്തിൽ എനിക്കറിയാം കേരളത്തിലെ ദേശീയ പത്രങ്ങൾ, ഇറങ്ങിയിട്ടുള്ള ദേശീയ പത്രങ്ങൾ ഒരു ഡോക്ടറുടെ മരണത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുത്തത് ഡോക്ടർ അബ്ദുൽ ഗഫൂറിന്റെ മരണത്തിനായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. എന്തായിരുന്നു ആ മനുഷ്യനെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ, ഈ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം. ആ മനുഷ്യന്റെ റൂമിന്റെ മുന്നിൽ നിന്ന് ആളുകളുടെ തിരക്കൊഴിഞ്ഞ ഒരു സമയമുണ്ടായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒന്നുമില്ല, വിശാലമായ പള്ളിപ്പറമ്പ. ആ വിശാലമായ പള്ളിപ്പറമ്പിൽ ആരൊക്കെ ഉണ്ട്? തോട്ടിപ്പണിയെടുത്തവരുണ്ട്, എന്തൊക്കെ ജോലി ചെയ്തവരുണ്ട്, ഒന്നുമില്ലാത്തവർ, ആരുമില്ലാത്തവരുണ്ട്. എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരു മനുഷ്യന്റെ ഖബർ. നിങ്ങൾ ചിന്തിക്കണം, അതാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇത് വഞ്ചനയുടെ ലോകമാണ് ഈ ലോകം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം ഇത് വഞ്ചനയാണ്. ലാസ്റ്റ് ചെയ്യൂല ഒരിക്കലും. ഒരു സാധനം വാങ്ങുമ്പോൾ, ചെരുപ്പിന് വാങ്ങുമ്പോൾ നമ്മൾ ചോദിക്കും ലാസ്റ്റ് ചെയ്യൂലേ എന്ന്. ലാസ്റ്റ് ചെയ്യൂലേ എന്ന് ചോദിക്കും. അതായത് പരമാവധി അങ്ങോട്ട് നീണ്ടു കിട്ടില്ലേ എന്ന് ചോദിക്കും. എല്ലാം നശിക്കും. മാത്രമല്ല ചെരുപ്പ് ഒരു പക്ഷേ നശിക്കാതെയാകാം. ചെരുപ്പ് നശിക്കുന്നതിന് മുമ്പ് ചെരുപ്പിട്ടവൻ നശിച്ചു പോകാം. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കാം. ഉമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുന്ന ഒരു സദസ്സ് സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, മസ്സില്ലനദ് ദുനിയാ, ഈ ദുനിയാവിനെ പറ്റി ഒരു ഉപമവാക്യം പറഞ്ഞു തരുമോ ഇബ്നു ഉമറെ എന്ന് ചോദിച്ചു റളിയല്ലാഹു അൻഹുമാ. സയ്യിദുന ഉമർ ഇബ്നു ഖത്താബിന്റെ മകൻ, ഹബീബായ നബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ആളുകൾ ചോദിച്ചു, മസ്സില്ലനദ് ദുനിയാ, ഈ ദുനിയാവിനെ പറ്റി ഒരു ഉപമവാക്യം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. ഫഖാല, ഇബ്നു ഉമർ പറഞ്ഞു, അദ്ദുനിയാ കഹ്ലു മിൻ നായിമി, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു ഉറക്കക്കാരന്റെ സ്വപ്നം പോലെയാണ്, ഉറങ്ങുന്നവന്റെ സ്വപ്നം പോലെയാണ് ദുനിയാവ് എന്ന് പറയുന്നത്. എപ്പോഴും ഉണർച്ച വരാം. ഉണർച്ച വന്നാൽ പിന്നെ ആ സ്വപ്നം ഇല്ല. വളരെ ചിന്തിക്കണം. ആരുമാകാം, എല്ലാം ഏതൊരാൾക്കും ആവാം. ഇന്ന് രാത്രി പോയിട്ട് പ്രധാനമന്ത്രിയാകാം. കാസിമിക്കടക്കം പ്രധാനമന്ത്രിയാവാൻ പൂതിയുള്ള ആളുകൾക്കൊക്കെ അള്ളാഹു നൽകിയ നിഅമത്താണ് സ്വപ്നം. ഏറെ തന്നെ സ്വപ്നം കാണാം. വലിയ വിശാലമായ ഒരു സ്വപ്നം കണ്ടു. ഇന്ത്യയിലെ ഭരണാധികാരിയായി മുട്ടയടുത്ത് വന്നിട്ട് കുറെ ആളുകൾ വന്നവർ വലിയ ഫ്ലൈറ്റിൽ വന്നിറങ്ങി. ആളുകൾ മുഴുവൻ എൻ്റെ വീട്ടിൽ വന്നു. ഡൽഹിയിലെ വലിയ നിയമപാലകരും വിദ്യാഭ്യാസ വിദഗ്ധരും എല്ലാവരും വന്ന് നേരെ മുട്ടയടുത്ത് വന്നു. മുട്ടയടുത്ത് വന്നിട്ട് എൻ്റെ വീട് അന്വേഷിച്ചു. എന്നെ വീട്ടിൽ വന്നു. ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് വളരെ തളർന്നൊക്കെ വന്ന് കിടക്കുന്ന സാഹചര്യമാണ്. ഒക്കെ ഞാൻ സ്വപ്നം കാണാം. ഇന്ന് രാത്രി സ്വപ്നം കാണാന്ന് കൂട്ടിക്കോളൂ. കണ്ട് എന്നല്ല പറയുന്നത്, കാണാം, നിങ്ങൾക്കും കാണാം. സ്വപ്നം കാണാം. ആളുകളൊന്നും എന്താന്ന് വെച്ചു, വാപ്പ ഒന്നുമില്ല, മകനാണ് കിട്ടണം, അയാൾ പ്രധാനമന്ത്രിയാക്കിയ തിരക്കടില്ല എന്നങ്ങനെ ആളുകൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. വാപ്പ എന്നെ പെട്ടെന്ന് വിളിച്ചുകൊണ്ടെന്നു. ഇതൊക്കെ ഞാൻ കാണുകയാണ്. നല്ല കാണുകയാണ്. അങ്ങനെ കാണുക. അപ്പോ വന്നു.
എന്നെ പ്രധാനമന്ത്രിയായ നാട് നന്നാവുന്ന ആളുകൾ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്, നീ അങ്ങ് ഡൽഹിയിൽ പോയിക്കോന്നാണ്. ഞാൻ പരിപാടി കുറെ ഏറ്റതുണ്ട്, നടക്കൂല എന്നാണ്. പരിപാടി നമുക്ക് തൽക്കാലം വേറെയൊക്കെ ആളാക്കാം, നീ ഏതായാലും ഒന്ന് പോ, നാട് നന്നാവുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞ് തൽക്കാലം ബാപ്പയും ഉമ്മയും ഒക്കെ ഉണ്ടി തള്ളി ഭാര്യയോടൊക്കെ സലാം പറഞ്ഞ് ഇൻഷാ അള്ളാ ആ കൊണോട്ട് പ്ലേസിൽ തന്നെ നല്ലൊരു വീട് ഞാൻ ഒരുക്കി വെച്ച് നിന്നെ അങ്ങോട്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ഡൽഹി ചെന്ന് ഇറങ്ങി നേരെ ആ താടിക്കാരൻ പരാജയപ്പെട്ട ആ കസേരയിലേക്ക് ഞാൻ കയറിയിരുന്ന് ഇന്ത്യ ഭരിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. ഒന്നാമത്തെ പ്രഖ്യാപനം, ഇന്ത്യയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം, ഖുർആൻ ക്ലാസുകൾ രാജ്യത്ത് മുഴുവനും പ്രാവർത്തികമാക്കണം എന്നുള്ള ഒന്നാമത്തെ പ്രഖ്യാപനം. എങ്ങനെ ഖുർആൻ ക്ലാസ്സിന് രാജ്യത്തെ പൊതുഖജനാവിൽ നിന്ന് പണം കൊടുക്കണം എന്നിങ്ങനെ പറയാന് പള്ളിയിലെ മുക്രിമാർക്കും ഉസ്താദ്മാർക്കൊക്കെ ഇനി പൊതുഖജനാവ് ശമ്പളം കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് കാലിന്റെ ചവിട്ടില് ഒരടി. നോക്കുമ്പോ ഉമ്മ വിളിച്ചതാ, സുബഹിന്റെ വാങ്ങ് കൊടുത്തിട്ടുണ്ട്, നീ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കാം. ഒരടി, ഉമ്മാന്റെ അടി കിട്ടിയപ്പോൾ പിന്നെ തോന്നി സുബ്ഹാനല്ലാഹ്, ആ നിയമം ഒന്ന് പാസ്സാക്കിയിട്ട് ആ ഒരു പ്രഖ്യാപനമെങ്കിലും നടത്തിയിട്ട് ഉമ്മ ഒരു അടി അടിച്ചിരുന്നെങ്കിൽ തൽക്കാലം അതെങ്കിലും ഒന്ന് പാസ്സാക്കി എടുക്കാമായിരുന്നല്ലോ എന്ന് സാന്ദർഭികമായി ചിന്തിക്കും. പക്ഷെ ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇനി പുടപ്പിന്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി തലയിട്ടാലും ആദ്യം മടങ്ങി വരിക. ഇതാണ് ദുനിയാവെന്നത് ഉറക്കക്കാരൻ ഉറങ്ങുന്നവന്റെ സ്വപ്നം പോലെയാവുന്നു. മഹാനായ സയ്യിദുനാ ഇബ്നു ഉമർ എപ്പോഴും നഷ്ടപ്പെട്ടു. വലാ ഖൈറ ഫിദ്ദുനിയ ലിമൻ ലം യകുൽ ലഹു മിനല്ലാഹി ഫീ ദാരിൽ മുഖാമി നസീബു വഇൻ തഅജബിദ്ദുനിയ റിജാലൻ ഫഇന്നഹാ മതാഉൻ ഖലീലുൻ വസ്സവാലു ഖരീബു. വളരെ ഗൗരവമായി നാം ഇത് ചിന്തിക്കണം. വലാ ഖൈറ ഫിദ്ദുനിയ ലിമൻ ലം യകുൽ ലഹു മിനല്ലാഹി ഫീ ദാരിൽ മുഖാമി നസീബു. ഈ ലോകത്തൊരു നേട്ടവുമില്ല. പരലോകത്തേക്ക് എന്തെങ്കിലും സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലാഹു തആല ഈ ലോകത്തേക്ക് നമ്മെ അയച്ചിട്ടുള്ളത് നമ്മുടെ വിളിയാളം വരുന്നത് വരെ മാത്രമാകും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. മനുഷ്യന് ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഒന്ന് ആലമുൽ അർവാഹ്, അതവൻ ജീവിച്ചു പോയതാണ് നേരത്തെ. രണ്ടാമത്തെ ആലമുൽ ദുനിയ, മൂന്ന് ആലമുൽ ബർസഖ്, നാല് ആലമുൽ ബഹ്ശർ, അഞ്ചാമത്തെ അൽ ജന്നത്തു അവിന്നാർ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലാണ്. അർവാഹിന്റെ ലോകത്ത് നമ്മൾ നേരത്തെ ജീവിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഘട്ടമാണ് ആലമുൽ ദുനിയ. ഈ 5 ഘട്ടങ്ങളിൽ വളരെ കുറഞ്ഞ ഘട്ടമാണ് ആലമുൽ ദുനിയ, ദുന്യാവിന്റെ ഘട്ടം. അർവാഹില് നമ്മൾ ആയിരക്കണക്കായ കൊല്ലങ്ങൾ പാർത്തിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവില്ല. എന്നാണ് അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളെ റബ്ബ് എന്ന് അല്ലാഹു അന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഖാലു ബലാ, എല്ലാ ഫിർഔനും അതേ രക്ഷിതാവേ നീ തന്നെയാണ് റബ്ബ് എന്ന് നമ്മളോട് അള്ളാഹുവിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ നിരീശ്വരവാദിയും എല്ലാ കമ്മ്യൂണിസ്റ്റും എല്ലാ നിരീശ്വരവാദിയും എല്ലാവരും അന്ന് അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവാണ് അവന്റേതാണ് നിയമമെന്നും മനുഷ്യർക്ക് അതിന് അധികാരമില്ലെന്നും അന്ന് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ പിന്നീട് അവരെന്നെ പിന്മാറിയതാണ്. ചിന്തിക്കണം, അങ്ങനത്തെ ഒരു ഘട്ടം നമുക്ക് കഴിഞ്ഞുപോയി. ഇനി വരാനുള്ള ഘട്ടങ്ങൾ ഒന്ന് ബർസഖാണ്. അത് എത്ര കാലം കിടക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഖബറിൽ പിന്നെ 50,000 കൊല്ലം. 50,000 കൊല്ലത്തിന്റെ ഒരു മഹ്ശർ വരാൻ പോകുന്നുണ്ട്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. 1 കൊല്ലല്ല, 2 കൊല്ലല്ല, 50,000 കൊല്ലമാണ് മഹ്ശർ. എല്ലാവരും ഗൗരവമായി ചിന്തിക്കണം. ഒന്ന് ഇരുന്ന് ആലോചിക്കുക. 50,000 കൊല്ലത്തിന്റെ ഒരു മഹ്ശർ വരാൻ പോകുന്നുണ്ട്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെ സ്വർഗം, നരകം. ഈ ഘട്ടങ്ങളിൽ ഏറ്റവും ചെറിയ ഘട്ടമാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത്. എപ്പോഴും വിസിലടിക്കാം. ശദ്ദാദ് ചക്രവർത്തി സ്വർഗത്തിന്റെ വാതിലിലേക്കാണ് വീണത്. അയാൾ സ്വർഗം ഉണ്ടാക്കി ഭൂമിയിൽ. മഹാനായ സയ്യിദുനാ സാലിഹ് നബിയുടെ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ചക്രവർത്തിയായിരുന്നു ശദ്ദാദ്. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സുജൂദ് ചെയ്യുകയാണെങ്കിൽ മരിച്ചാൽ അള്ളാഹു തആല നിങ്ങൾക്ക് സ്വർഗം തരും എന്ന് പറഞ്ഞു. ശദ്ദാദ് പറഞ്ഞു, മരിച്ചിട്ട് എന്റെ സ്വർഗമാണ്, നിങ്ങൾ എനിക്ക് സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്വർഗം തരും എന്ന് പറഞ്ഞു ശദ്ദാദ് ചക്രവർത്തി. അങ്ങനെ ശദ്ദാദ് എന്ത് ചെയ്തു? സ്വർഗം കൊണ്ട് പണിതു. ആളുകൾ ശദ്ദാദിന് സുജൂദ് ചെയ്തു.
അങ്ങോട്ട് പണിത് സ്വർഗം. മനോഹരമായ കൊല്ലങ്ങൾ കൊണ്ട് ഏറ്റവും ശില്പചാരുതയുള്ള മനോഹരമായ സ്വർഗമുണ്ടാകും. സ്വർഗത്തിന്റെ പണി കഴിഞ്ഞു. ഉദ്ഘാടനത്തിന് വേണ്ടി പ്രഭുകുമാരനും പരിവാരങ്ങളും കൂടെ യാത്രയായി നേരെ സ്വർഗത്തിലേക്കൊരു കാലങ്ങോട്ട് എടുത്ത് വെച്ചു. ഒരു കാലം കൊണ്ട് കയറ്റി. ഇനി ഒരു കാലം കൂടി പറിച്ചങ്ങോട്ട് കയറ്റിയാൽ മതി. അപ്പോഴാണ് ഫനസല മലക്കുൽ മൗത്ത് സയ്യിദുനാ അസ്റായീൽ, മഹാനായ സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും ഫത്വാഹ അലൽ ബാബ് വീഴുകയും ചെയ്തു. വളരെ ഗൗരവമായി ചിന്തിക്കണം. ആ ഒരു രണ്ടാമത്തെ കാലും കൂടെ പറിക്കാൻ കഴിഞ്ഞില്ല. അതാണ് മതാഉൻ വഇൻ തഅജബിദ് ദുനിയ റിജാലൻ ഫഇന്നഹാ മതാഉൻ ഖലീലുൻ വസ്സവാലു ഖരീബു. എപ്പോഴും ഇത് നഷ്ടപ്പെട്ടു പോകും. ഫറോവ ലഅനത്തുല്ലാഹി അലൈഹി ഉണ്ടായതുകൊണ്ട് കം തറകു മിൻ ജന്നാതിൻ വഅയൂൻ വസ്റൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർള് വമാ കാനൂ മുൻളരീൻ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ പഠിച്ചാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ റബ്ബേ. എന്താ പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞിട്ടുള്ള വാക്ക് എത്ര ഗൗരവം. കം തറാക്കു മിൻ ജന്നാതിൻ വഅയൂൻ. എത്ര തോട്ടങ്ങളാണ് അവരൊക്കെ ഉപേക്ഷിച്ചിരുന്നത്. ചത്തു വീണപ്പോൾ, ഫറോവ ചത്തു വീണപ്പോൾ ആരായിരുന്നു ഫറോവ? മഴ പെയ്യും. ആരാ നിന്റെ പടച്ചവൻ എന്ന് ചോദിച്ചു സയ്യിദുനാ മൂസ. മൂസ നബിയോട് ചോദിച്ചു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലദീ യുനസ്സിലുൽ ഗൈസ, മഴ പെയ്യിപ്പിക്കണവനാണ് എന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫിർഔൻ പറഞ്ഞു, മഴ പെയ്യിപ്പിക്കണവനാണ് നിന്റെ രക്ഷിതാവ് എങ്കിലും നിന്റെ രക്ഷിതാവിനേക്കാൾ വലിയ രക്ഷിതാവ് ഞാൻ തന്നെയാ. കാരണം മഴ പെയ്താ പോരാ, ആ മഴക്ക് ഭൂമി കൊടുക്കണ്ടേ. മഴ നിന്റെ രക്ഷിതാവിൻ്റെതാണെങ്കിലും ഭൂമി കം തറാക്കു, നിന്റെ ഭൂമിക്ക് ഇന്ന് വെള്ളം വാരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിന്റെ പടച്ചവൻ കുടുങ്ങും എന്ന് പറഞ്ഞ ആളാണ് ഫിർഔൻ. നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ തോന്നുന്നുണ്ട് അയാൾക്ക് ഗുളിക കഴിഞ്ഞതാണ്. അല്ല, അഹങ്കാരം. ഈ നൈൽ നദി പോലും ഒഴുകുന്നത് എന്റെ സമ്മതത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞവനാണ് ഫിർഔൻ ലഅനത്തുള്ളാഹി. അതേ വെള്ളത്തിൽ കിടന്നാണ്, അതേ ചെങ്കടലിലെ വെള്ളത്തിൽ കിടന്നാണ് അവൻ ചത്തുപോയിട്ടുള്ളത്. ചിന്തിക്കും, വളരെ ചിന്തിക്കാം. തറാക്കു മിൻ ജന്നാതിൻ വഅയൂൻ വസ്റൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ. തോട്ടങ്ങൾ, സൗകര്യങ്ങൾ, മനോഹരമായ ഉദ്യാനങ്ങൾ, കൊട്ടാരങ്ങൾ, മനോഹരമായ അരുവികൾ, നീന്തൽ കുളങ്ങൾ, എല്ലാം അവരുടെ കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവർ കൊണ്ടുപോയില്ല. എല്ലാം അവരിവിടെ ഉപേക്ഷിച്ച്. എന്നിട്ടോ അവരൊന്നും ചത്തപ്പോൾ ആകാശവും കരഞ്ഞിട്ടില്ല, ഭൂമിയും കരഞ്ഞിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അല്ലാഹു നിന്റെ ഹബീബായ റസൂലുള്ളാഹി ഹബീബിന്റെ ചുറ്റുഭാഗത്തും ആളുകൾ ഇങ്ങോട്ട് കൂട്ടി, നബിയെ, പുണ്യ നബിയെ, ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർളു. ഇവര് മരിച്ചപ്പോൾ ആകാശവും ഭൂമിയും കരഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. ഹൽ തബ്കിസ് സമാഉ വൽ അർളു അലാ മൗതി അഹദിൻ. ശ്രദ്ധിക്കുക, ഇതൊക്കെ മനപ്പാടാക്കുക. ഈ പറയുന്നത് ആകാശവും ഫിർഔനും മന്ത്രിമാരും ചത്തപ്പോൾ ആകാശവും കരഞ്ഞില്ല, ഭൂമിയും കരഞ്ഞില്ല എന്നല്ലേ പറഞ്ഞത്. ആരെങ്കിലും മരിച്ചാൽ ആകാശവും ഭൂമിയും കരയാറുണ്ടോ എന്ന് ചോദിച്ചു ഹബീബായ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി പറഞ്ഞു, ഇദാ മാതൽ അബ്ദു സ്വാലിഹ്, സ്വാലിഹായ മനുഷ്യൻ മരിച്ചാൽ തബ്കി സമാഉ വൽ അർളു അലൈഹി ഖാല റസൂലുള്ളാഹി. അല്ലാഹു ആ മരണം നമുക്ക് നൽകട്ടെ. അയാളെ പരിചയമുള്ള ആകാശത്തിന്റെ ഭാഗവും അയാളെ പരിചയമുള്ള ഭൂമിയുടെ ഭാഗവും ആ ദിവസം കരയും. ഈ ഹദീസ് ഇമാം അഹ്മദ് തങ്ങൾ തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല അങ്ങനെയുള്ള ഒരു മരണം നമുക്കൊക്കെ നൽകട്ടെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, എല്ലാവരും പോയി. ഏതൊരാൾ എത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടായാലും എത്ര വലിയ നേട്ടമുണ്ടായാലും നഷ്ടപ്പെട്ടു പോകും. വളരെ കുറഞ്ഞ കാര്യത്തിന് വേണ്ടിയാണ് അള്ളാഹു നമ്മെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു
ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി തങ്ങൾ വളരെ ചെറിയ ഒരു ഉപമയിലൂടെ മനുഷ്യന്റെ ഇവിടുത്തെ ജീവിതത്തെ ഒന്ന് വളരെ സുമോഹനമായ ഒരു കവിതയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. സാന്ദർഭികമായി ഞാനതൊന്ന് പറയാം. وتأخير الصلاة إلى الممات دليل أن محياه يسير كما بين الأذان إلى الصلاة. മനുഷ്യന്റെ ഈ ലോകത്തെ ജീവിതത്തെ പഠിപ്പിക്കുകയാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി. ഉറക്കം കൊണ്ട് പറയും, മഹാനായ ഇമാം ഗസാലി മനുഷ്യന്റെ ഈ ലോകത്തെ ജീവിതത്തിന്റെ ഒരു ക്ഷണികത, വളരെ കുറഞ്ഞ സമയം കൊണ്ട്, വളരെ ഞൊടിയുടെ നേരം കൊണ്ടാണ് മനുഷ്യന്റെ ഈ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത്. അതിനെ ഉപമപ്പെടുത്തുകയാണ് മഹാനായ ഇമാമുന ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി. എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ടവർ ചോദിക്കാം, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആളുകൾ ബാങ്ക് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ ബാങ്ക് കൊടുക്കും. എന്താ ബാങ്കിൽ പറയുന്നത്? ബാങ്ക് ഇഖാമത്ത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ബാങ്ക് ഇഖാമത്ത് കൊടുക്കും സത്യത്തിൽ. എന്നാൽ എന്താ അതിൽ പറയുന്നത്? എന്താ പറയുന്നത്? നമസ്കരിക്കാൻ വരൂ, വിജയത്തിലേക്ക് വരൂ എന്നാ പറഞ്ഞത്. എന്നാൽ നമസ്കരിക്കുന്നുണ്ടോ? നമസ്കരിക്കുന്നില്ല. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഈ ലോകത്തെ, ഈ ജീവിതത്തിന്റെ ക്ഷണികമായ ഒരു കാര്യത്തെ അവതരിപ്പിക്കുകയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. നിങ്ങൾ കണ്ടിട്ടില്ലേ? ബാങ്ക്, കുട്ടി എണീക്കുമ്പോൾ ബാങ്ക് കൊടുക്കും. എന്നാൽ നമസ്കാരം ഉണ്ടോ? നമസ്കാരമില്ല. നമസ്കാരം വേണ്ടേ? ബാങ്ക് കൊടുത്താൽ പിന്നെ നമസ്കരിക്കണല്ലോ. പക്ഷേ നിസ്കരിക്കുന്നുണ്ട്. ഇലൽ മമാതി, നിസ്കാരത്തെ താമസിപ്പിക്കുക. എപ്പോൾ? മരിക്കുന്ന നേരം. ചിന്തിക്കണം. അപ്പോൾ ഹയ്യാലസ്സലാ, ചിന്തിക്കണം കേട്ടോ. നിസ്കരിക്കാൻ വരൂ. ഈ കുട്ടിയുടെ ചവിട്ടിൽ പറഞ്ഞത് എന്തിനാ പറഞ്ഞത്? കുട്ടിയോട് മാത്രല്ല, നാട്ടുകാരോടും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതാ ഒരു പുതിയ മയ്യത്തിനെ കിട്ടിയിട്ടുണ്ട്. ഒരു പുതിയ മയ്യത്തിനെ കിട്ടിയിട്ടുണ്ട്. ഏത് നേരത്തെ നമുക്ക് മയ്യത്ത് നിസ്കരിക്കാം, ഒരുങ്ങിക്കോളൂ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? വളരെ ചിന്തിക്കണം. ഇത് ഏറ്റവും വലിയ തെളിവാണ്. അന്ന മഹയാഹു യസീറു, മനുഷ്യ നിന്റെ ജീവിതം വളരെ കുറഞ്ഞതാണ്. കമാ ബൈനൽ അദാനി ഇലസ്സലാത്തി, ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കുന്ന നേരം മാത്രമേ, ഒരു ബാങ്ക് കൊടുത്തിട്ട് ഒരു പള്ളിയിൽ ഇപ്പൊ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാനുള്ള നേരം കുറഞ്ഞ നേരമല്ലേ ഉണ്ടാവുള്ളൂ. അത്ര മാത്രമേ നിങ്ങൾ ഈ ലോകത്ത് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതാണ് ഈ ലോകത്തെ ജീവിതം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ്. اللهم ارحمني يا ارحم الراحمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. ശ്രദ്ധിക്കുക. പാഠം നമ്പർ 1, മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ ഔലിയ ആണ്. മുഅ്മിന അല്ലാഹു ആകട്ടെ മുഅ്മിനിന്റെ വലിയുമാണ്. മലായികത്തുകൾ മുഅ്മിനിന്റെ ഔലിയാവുമാണ്. ശ്രദ്ധിക്കണം, ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ ആരാ? അല്ലാഹുവിന്റെ ദീനിന്റെ സഹായികളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സഹായിയും അല്ലാഹുവിന്റെ ബന്ധുക്കളാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ശ്രദ്ധിക്കണം കേട്ടോ, ഉറങ്ങരുത്, ഇങ്ങോട്ട് ചിന്തിക്കണം. അള്ളാന്റെ ഔലിയാവാണെങ്കിൽ എന്ത് വേണം? ഔലിയാ എന്ന മുസ്ലിമീൻ സമുദായത്തിൽ തന്നെ ഉന്നതന്മാരായ ആളുകൾക്ക് നമ്മൾ എന്ത് പറയും? ഔലിയാക്കൾ എന്ന് പറയും. ഒരു ഔലിയ, ഒരു വലിയായി കിട്ടിയാൽ എന്നൊരാഗ്രഹം നമുക്കൊക്കെ ഉണ്ട് താനും. അള്ളാഹു നമ്മളൊക്കെ അവന്റെ മുഖറബീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു വലിയ, ഞാൻ നാളൊരു വലിയായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, പ്രഗൽഭ സുൽത്താനും ആരിഫും വലിയും വലിയങ്ങളുടെ നേതാവുമാണ്.
ബഹുമാനപ്പെട്ട അഹ്മദുൽ ഫാറൂഖ്, ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ലോകത്ത് ഒരുപാട് മഹത്തുക്കളായ ഔലിയാക്കളെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഔലിയാക്കളുടെ പ്രത്യേകത എന്താ? ഒരാൾ അള്ളാഹുവിന്റെ വലിയാകണമെങ്കിൽ എന്താണ് ആദ്യമായി അവർക്ക് വേണ്ടത്? അത് ഖുർആൻ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജുമുഅയിൽ 5 മുതൽ 8 വരെയുള്ള വാക്കുകളിൽ വലിയന്, ഔലിയായന്, അള്ളാഹുവിന്റെ ഔലിയായന് ഉണ്ടാകേണ്ട അത്യാവശ്യമായ കാര്യം എന്താണെന്ന് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസ് ഫതമന്നഉൽ മൗത ഇൻ കുൻതും സ്വാദിഖീൻ വലാ യതമന്നൗനഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിൽളാലിമീൻ. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. സൂറത്തുൽ ജുമുഅയുടെ 5 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. എന്റെ അള്ളാന്റെ ആളാകാൻ ആദ്യമായി വേണ്ടത്, ജുമുഅ സൂറത്തെ എല്ലാ ആഴ്ചയും കേൾക്കുന്നുണ്ടല്ലോ, ഓതുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ വലിയാകാൻ എന്ത് വേണം? ഞാൻ അള്ളാന്റെ ആളാ, അള്ളാന്റെ ബന്ധു, അള്ളാന്റെ ദീനിന്റെ ബന്ധു. യഹൂദികൾ പറഞ്ഞിരുന്നു ഞങ്ങൾ അള്ളാന്റെ ആളുകളാണ്, ഞങ്ങൾ അള്ളാന്റെ ബന്ധുക്കളാണ്. അതിന് ഖുർആൻ കൊടുത്ത മറുപടിയാ, നിങ്ങൾ അള്ളാന്റെ ബന്ധുക്കളാണെങ്കിൽ ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസ് ഫതമന്നഉൽ മൗത ഇൻ കുൻതും സ്വാദിഖീൻ. യഹൂദികളെ, നിങ്ങൾ അള്ളാന്റെ ഔലിയാക്കളാണെങ്കിൽ നിങ്ങൾ മരണത്തെ കൊതിക്കണം, നിങ്ങൾ മരിക്കണം എന്ന ചിന്ത ഉണ്ടാവും, അല്ലെങ്കിൽ മരണത്തെ ഭയപ്പെടാതിരിക്കണം. ഈ തമന്നഉൽ മൗത്ത് എന്ന വാക്കിന് വളരെ മരണത്തെ കൊതിക്കൽ ഒരു സുന്നത്തായ കാര്യമൊന്നുമല്ല. പക്ഷെ മരിക്കാനുള്ള മരണമെന്ന ചിന്തയും തയ്യാറെടുപ്പും, മരിക്കാൻ ഒരു നേരത്തും പ്രശ്നമില്ല. ഇപ്പൊ മരിക്കാണെങ്കിലും പ്രശ്നമില്ല. അവനെ വലിയുള്ള അള്ളാഹുവിന്റെ വലിയെന്ന് അവനെ പറയൂ, അവനെ അള്ളാഹുവിന്റെ ബന്ധുവാവുകയുള്ളൂ. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ചിന്തിക്കണം, മറ്റൊന്നല്ല പറഞ്ഞത്. ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസ് ഫതമന്നഉൽ മൗത ഇൻ കുൻതും സ്വാദിഖീൻ വലാ യതമന്നൗനഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം. അവർ ചെയ്തു കൊണ്ടിട്ടുള്ള പാപം കാരണമായി ആ ഒരു ചിന്ത ഒരിക്കലും ഇവരെ മനസ്സിലേക്ക് വരികയില്ല. അപ്പൊ വളരെ ഗൗരവമായി നമ്മൾ ഇത് ചിന്തിക്കുക. ഒന്നാമതായി അള്ളാഹുവിന്റെ ആളാകണമെങ്കിൽ മരിക്കണം എന്ന ബോധം, മരിക്കും എന്ന ബോധം, അത് അടിസ്ഥാനപരമായി ഒരു മനുഷ്യന്റെ കയ്യിലുണ്ടാകണം. ഞാൻ മരിക്കും, എനിക്കിപ്പോ മരിക്കാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ മരിക്കാണെങ്കിൽ എന്റെ സീറ്റ് വളരെ ചിന്ത. ഹബീബായ നബി പറഞ്ഞു, ഹാസിബു ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ കണക്കെടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കൂ. എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കുന്ന നേരത്ത് ഒന്ന് കണക്കാക്കി നോക്കി, ഇന്നത്തെ പരിപാടിയിൽ, ഇന്നത്തെ ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? അബദ്ധം ഉണ്ടെങ്കിൽ അത്തായ നേരങ്ങളിൽ എണീറ്റിട്ട് പൊറുക്കലിനെ തേടും. അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല നമുക്ക് പുറത്തു തരട്ടെ. അന്ന് ക്ലിയറാ, പിറ്റേന്നും ക്ലിയർ. ഹാസിബു 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 ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ കണക്കെടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കണക്കെടുക്കണം എല്ലാ ദിവസവും എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ ദിവസവും കണക്കെടുക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ, അയാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊന്നുമില്ല. എപ്പോഴും മരിക്കാൻ അയാൾ തയ്യാറാണ്. മരിക്കാനുള്ള തയ്യാറെടുപ്പ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. ഞാൻ ചില ഹദീസുകൾ കാണിക്കാം, ഒന്ന് ശ്രദ്ധിക്കും. ഇബ്നു ഉമർ ഖാല അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഹബീബായ നബിയുടെ അരികിൽ ചെന്നു. ഫഖാല റജുലുൻ മിനൽ അൻസാർ. ഞാൻ ഒരിക്കൽ നബിയുടെ അരികിൽ ചെന്നു. അപ്പോൾ ഒരു അൻസാരി, ഞങ്ങളുള്ള സദസ്സിൽ ഒരു അൻസാരി എണീറ്റ് നബിയോട് ചോദിച്ചു, യാ നബി അല്ലാഹ്, പുണ്യ നബിയെ, മനകിയ സുന്നാസ് വമനഅസമുന്നാസ്. മനുഷ്യന്മാരെ കൂട്ടത്തിൽ
ഏറ്റവും കൂടുതൽ മനസ്സിനുറപ്പുള്ള ആളാണ് ആരാണ്? ഏറ്റവും വലിയ ബുദ്ധിമാനുമാരാണ്? അഖിയസുന്നാസ് ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാ? ന്യൂട്ടനോ? ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാ? ന്യൂട്ടനോ? ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാ? ഫ്രാൻസിസ് ബേക്കണോ? ആരാണ് ലോകം കണ്ടേ? അതോ കാൾ സാഗനോ? സ്റ്റീഫൻ ഹോക്കിൻസോ? ആരാണ് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ? ഹബീബാ നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാ ഏറ്റവും വലിയ ബുദ്ധിമാൻ? പുണ്യ നബി പറഞ്ഞു, അക്സറുഹും ദിക്റൻ ലിൽ മൗതി, ഏറ്റവും വലിയ ബുദ്ധിമാൻ ഏറ്റവും കൂടുതൽ മരണചിന്തയുള്ളവനാകുന്നു. കാരണം ഏറ്റവും വലിയ വിഷയം അവൻ താൻ നേരിടേണ്ട വിഷയത്തിന് തയ്യാറെടുപ്പുള്ളവനാണല്ലോ ബുദ്ധിമാന്റെ സ്വഭാവം. മറ്റൊരു വാഫില, അവന്റെ ഇന്ന് വൈകുന്നേരം നോമ്പ് തുറക്കണം, നോമ്പ് മുറിക്കേണ്ട സംഗതിയാണ്. ഒരു വീട്ടിലെ വീട്ടുകാരനും ആ ഭാഗത്തേക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യം ശ്രദ്ധിച്ചതേ ഇല്ല. വൈകുന്നേരം ആയപ്പോൾ അവർക്കും വിശപ്പായി, കുട്ടികൾക്കും കരച്ചിലായി. അവരെ പറ്റിയ ഗാഫിൽ, അശ്രദ്ധൻ എന്ന് പറയും. കാരണം തൊട്ട് മുന്നിലുള്ളതിനെ കുറിച്ച് അവർക്ക് ബോധം ഉണ്ടാവണം, ചിന്തിക്കണം. ഇതെല്ലാവർക്കും ഉറപ്പാ. നേരത്തെ അവിടെ ചെറുശ്ശേരിത്താദ് തന്നെ പറഞ്ഞു, ഈ ദുന്യാവിൽ പല കാര്യത്തിനും അവാന്തര വിഭാഗം ഉണ്ടായിട്ട്, തർക്കങ്ങൾ ഉണ്ടായിട്ട്, ഗ്രൂപ്പില്ലാത്ത ഒറ്റ വിഷയമുള്ളൂ, എന്ത്? മരിക്കും എന്ന കാര്യത്തിൽ. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഫറോവമാർക്ക് വരെ മരിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ഫറോവ അധികാരം ഏറ്റെടുത്താൽ പിരമിഡിന്റെ പണി തുടങ്ങും. അയാളുടെ കൊട്ടാരത്തിന് പകരം അടുത്ത ഒരു കൊട്ടാരത്തിന്റെ പണി ആരംഭിക്കും. കാരണം മരിച്ചാൽ അങ്ങോട്ട് കയറിയിരിക്കാൻ വേണ്ടി എന്ന ചിന്ത. അതുകൊണ്ട് അഖിയസുന്നാസ്, മനുഷ്യരിൽ ഏറ്റവും ബുദ്ധിയുള്ള ആൾ, അക്സറുഹും ദിക്റൻ ലിൽ മൗതി, മരിക്കും എന്ന ചിന്ത സദാസമയവും ഉള്ളവനാണെന്ന് പുണ്യനബി. ദുന്യാവിലെ എല്ലാ ബഹുമതിയും അവർ കൊണ്ടുപോയി, പരലോകത്തെ മഹത്വവും അവർ തന്നെയാണ് നേടിയിട്ടുള്ളത്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നേരത്തെ അവിടെ പറഞ്ഞല്ലോ, ഇരുമ്പിനെ തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കും. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ഇരുമ്പിന്റെ തുരുമ്പ് കളയാനുള്ള മാർഗം ഞങ്ങൾക്കറിയാം. എന്ത്? ഇരുമ്പിനെ കൊണ്ടുപോയിട്ട് ഒരു തീയിൽ കൊണ്ടുപോയി ഒന്ന് ചൂളയിൽ വെച്ച് അടിച്ചാൽ ഇരുമ്പിന്റെ തുരുമ്പ് പോവും. പുണ്യനബിയോട് ചോദിച്ചു, എന്നാൽ പിന്നെ നബിയെ, ഹൃദയത്തിന്റെ തുരുമ്പ് കളയാനുള്ള മാർഗം എന്താണ്? പുണ്യനബി പറഞ്ഞു, രണ്ട് കാര്യമാണ് പ്രധാനമായി ആ ഹദീസിൽ പറഞ്ഞത്. ഹൃദയത്തിന്റെ തുരുമ്പ് കളയാനുള്ള മാർഗം ഒന്ന് ദിക്റുൽ മൗതി, ഒന്ന് തിലാവത്തുൽ ഖുർആൻ. ഒന്ന് ദിക്റുൽ മൗതി. ദിക്റുൽ മൗതി എന്നാൽ മരണത്തിനെ ഓർക്കുക എന്നല്ല അർത്ഥം. ദിക്റുൽ മൗതി എന്നാൽ സ്വന്തം മരണത്തെ ഓർക്കുക എന്ന അർത്ഥം. അങ്ങനെയാണ് ഷേക്സ്പിയറുടെ ഒരു നോവൽ തുടങ്ങുന്നത്. ഞങ്ങൾ റഷ്യക്കാർക്കൊരു സ്വഭാവമുണ്ട്, അയൽവാസി മരിച്ചു എന്ന് കേട്ടാൽ ആദ്യം ഞങ്ങൾ മൂക്കിൽ കൈവച്ച് ആശ്വസിക്കുകയും പിന്നെ ദുഃഖിക്കുകയും ചെയ്യും എന്ന്. നല്ല ഒരു ചിന്തയാണ്. അയൽവാസി മരിച്ചു എന്ന് കേട്ടാൽ ഞങ്ങൾ ആദ്യം ഞങ്ങളെ മൂക്കിലൊന്ന് കൈവച്ചിട്ട് ആശ്വസിക്കും. ആശ്വസിക്കുന്ന എന്തിനു വേണ്ടിയാ? ഞാൻ മരിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞങ്ങൾ നെട്ടിപ്പോയി എന്ന് രണ്ടാമതായി ഞങ്ങൾ പറയും. മരണചിന്ത എന്നല്ല അർത്ഥം. ആ പൊട്ടത്ര ഇനി പറയണ്ട. അങ്ങനെയല്ല അർത്ഥം. ഇങ്ങനെയാണ് അർത്ഥം. ദിക്റുൽ മൗതി, സ്വന്തം മരണം എന്ന ചിന്ത. അല്ലാതെ നാട്ടിൽ ആര് മരിച്ചു. ഇപ്പോ ഞാൻ പറയട്ടെ, മുസ്ലിം ലോകത്തിന്റെ ഏറ്റവും വലിയ തലവേദനയാണ് ജോർജ് ബുഷ്. അയാൾ മരിച്ചു എന്ന് കേട്ടാൽ എന്ത് സന്തോഷമായിരിക്കും, ചിന്തിക്കും. കാരണം മുസ്ലിം ലോകത്തിന് ഇത്ര ആധുനിക കാലത്ത് ഇത്രയേറെ നാശം വരുത്തി വെച്ച വേറൊരാൾ ഉണ്ടാവില്ല. സത്യത്തിൽ അത് നമുക്ക് സന്തോഷം ഉണ്ടാക്കല്ലേ. വേറൊരാൾ ചിന്തിക്കണം. എന്തായി പറയുന്നത്? ദിക്റുൽ മൗതി, ഞാൻ മരിക്കുമെന്ന ചിന്ത. എന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ചിന്ത. എന്നെ കൊണ്ടുപോകുമല്ലോ, എന്നെ പൊടിയുമല്ലോ, എന്നെ ഇങ്ങനെ കിടത്തിയിട്ട് കുളിപ്പിക്കുമല്ലോ, എന്നെ കൊണ്ടുപോകുമല്ലോ, എന്റെ പിന്നാലെ കലിമ ചൊല്ലിയ ആളുകൾ വരുമല്ലോ, എന്നെ ആറുകാലുള്ള കട്ടിലേക്ക് എടുത്തു വെക്കുമല്ലോ. وقد كنت في الدنيا سريع الإجابة. എന്റെ ബാക്കിൽ നിന്ന് ആളുകൾക്കറിയും,
അതിലാരൊക്കെ ഉള്ളത്? എന്നെ വെച്ച് കരയാ. മോട്ടോർ കൊണ്ട് പോയി, ആശുപത്രിയിൽ പോയി, അല്ലെങ്കിൽ തൊട്ടടുത്ത ഒരു ഷോപ്പിൽ പോയി, മടങ്ങിയൊന്ന് തിരിഞ്ഞില്ല, അപ്പോഴത്തിന് അടുത്ത വണ്ടി വന്ന് ഇടിച്ചു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മരണം എന്നൊരു നിത്യസംഭവമാകുന്നു. മരണം എന്നെ പേടിയില്ലാത്ത കാര്യമാണ്. എപ്പോഴും മരിക്കുക തന്നെ. അന്ത്യനാളിന്റെ അടയാളം മൂത്താനുൻ കസീറ, അധികരിച്ച മരണമാകുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകസറത്തുസ് സലാസിലി, അന്ത്യനാളിന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഒന്ന് മരണം തന്നെ. മരണം 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 മരണം. മരണം പിന്നെ ഒരു കല്യാണം പോലെയാ, വെച്ച വിട്ട് പോവാണ്ട് എന്നാ പറയാം. ഇപ്പോഴും എന്നോട് MLA പറഞ്ഞു, ഞാൻ തിരക്കിട്ട് പോവാണ്, മരിച്ച വിട്ട് പോവാണ്ട്. എല്ലായിടത്തും മരണം ഇന്നൊരു വിഷയമല്ല. മുതാനുൻ കസീറം, മരിക്കുക തന്നെ മരിക്കുക തന്നെ. അതുകൊണ്ട് മരണമിന്റെ കല്യാണം പോലെയായി മാറി, അതൊരു വിഷയമല്ലാതെയായി. വളരെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. വളരെ ചിന്തിക്കണം. അവനവന്റെ മരണത്തെ കുറിച്ച് ആലോചിക്കുക. എന്നെങ്ങോട്ട് ഞാൻ മരിച്ചു, എന്റെ മൂക്കിൽ പൊങ്ങി വെച്ചു, എന്റെ നെഞ്ചത്ത്, എന്റെ വയറ്റിന്റെ പുറത്തൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു കനമുള്ള സാധനം എടുത്തു വെച്ചു, എന്റെ താടയടക്കം കെട്ടി, എന്നിട്ട് എന്നെ എല്ലാം കഴിഞ്ഞ് എന്നെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, കൊണ്ടുപോയി. എപ്പോൾ ഞാൻ പോയാലും അടുത്ത മിനിറ്റിൽ ഞാൻ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് വരും. ഏതൊരാളും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ വരും. അല്ലാഹു തആല നമുക്കൊക്കെ ദീർഘായുസ്സ് തരട്ടെ. ഇല്ലേ നിങ്ങളൊക്കെ ചിന്തിക്ക്. പോയെന്ന ആളുകളാണ്, പോയവര് മുഴുവനും തിരിച്ചു വരും. ഇനി വരുന്നില്ല. ഇനി ഒരു കാൽപ്പാടും കട്ടിച്ചു മറ്റിയവരെ ഒരു കാൽപ്പാടും ചവിട്ടിയാൽ അത്ര വീട്ടിൽ നിന്നകന്നു. രണ്ടാമത്തതിൽ അത്രയും അകന്നു, മൂന്നാമത്തതിൽ വീണ്ടും അകന്നു, നാലാമത്തതിൽ വീണ്ടും അകന്നു. മയ്യത്ത് കട്ടിൽ ഇങ്ങനെ എടുത്തു പൊക്കുകയാണ്. അതാണ് വഖൽഫി കരീമാതുൻ അലയ്യാ ബവാകിയാ വഫീഹിന്ന ഉമ്മി ഔ ശഖീഖി വഇത്രതി. എനിക്കിനി ആരുണ്ട്? ഉമ്മ പറഞ്ഞ് കരയ, ഭാര്യ പറഞ്ഞ് കരയാ, ഉമ്മ കരയാ, ചേട്ടൻ കരയാ, അനുജൻ കരയാ, മക്കൾ കരയുക. ചിന്തിക്കും. അവനവന്റെ കാര്യത്തിൽ ചിന്തിക്കണം, നാട്ടുകാരെ കാര്യത്തിലല്ല. അതാണ് ദിക്റുൽ മൗത്തി, സ്വന്തം മരണത്തിന്റെ കാര്യം. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അള്ളാഹു ബോധം നൽകട്ടെ. യുനാദൂന ഖൽഫൻ അർശി മൻ ലാ യുജീബുഹും വഖദ് കുൻതു ഫിദ്ദുനിയാ സരീഅൽ ഇജാബതി. പേര് പറഞ്ഞ് വിളിക്കുകയാണ്. മോനെ, കുഞ്ഞിപ്പ, കുഞ്ഞാപ്പ, ഇങ്ങനെ വിളിക്കുക. എല്ലാരും വിളിക്കുകയാണ്. എന്റെ കുട്ടിയാണ്, എന്റെ മോനാണ്, എന്റെ മാണിയാണ്, എന്റെ മാനാണ്, ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. മലബാറിൽ പൊതുവേ ഒരു ഓമന പേര് വിളിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഇതിങ്ങനെ വിളിച്ചു പറയും. ആരാ വിളിക്കുന്നത്? ഉമ്മയും ചേട്ടന്മാരും ചേട്ടത്തിമാരും പെണ്ണുങ്ങളും ഭാര്യയും അടക്കമുള്ളവർ. ഞാൻ ആ ഒരു വിധിക്ക് ഉത്തരം നൽകണമെന്ന് എനിക്കുണ്ട്. പക്ഷേ എന്റെ നാവ് പൊങ്ങുന്നില്ല. ഞാനാകട്ടെ അവര് വിളിക്കുന്ന മുമ്പ് ഉത്തരം പറഞ്ഞവരായിരുന്നു. പരിപാടി കഴിഞ്ഞാൽ പിന്നെ ആദ്യം മൊബൈൽ ചെക്ക് ചെയ്യുക വീട്ടിൽ നിന്ന്. ഇല്ലേ ഇപ്പൊ നിങ്ങൾ ഈ ഇരിക്കുന്ന ഏറിയ ആളുകളെല്ലാം ചെയ്തിട്ടുള്ളത് മൊബൈൽ തൽക്കാലം സൈലന്റ് ഓപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും, പൂട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ തന്നെ അല്ലേ നിങ്ങൾ പറയും? അല്ലേ? 90% അങ്ങനെ ചെയ്യാം. സൈലന്റ് ഓപ്ഷൻ വെച്ചിട്ടുണ്ടാവും, പൂട്ടിയിട്ടുണ്ടാവില്ല. ഇനി പരിപാടി കഴിഞ്ഞാൽ എന്നല്ല, ഇടയ്ക്കൊരു അശ്വതല്ലായില്ലാതെ കിട്ടിയാലും ഒന്ന് എടുത്ത് നോക്കും. അശ്വതല്ലായില്ലാതെ ഇടയിൽ ഇതൊന്ന് നോക്കും. അതാ ഫോണ് വന്നോ. വേറെ എവിടെയും ഫോൺ വന്നാലും അവന് പ്രശ്നമില്ല. ഭാര്യ വിളിച്ചു, ഉമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് മാറി നിന്നിട്ട് എന്തേ അർജന്റ് വല്ലതുണ്ടോ അന്വേഷിക്കും. അതാണ് യുനാദൂന. ഇനി പറയാണ്, എടുത്തു പൊക്കി കൊണ്ടുപോയി. യുനാദൂന ഖൽഫൻ അർശി, എന്റെ ശവമഞ്ചത്തിനെ കൊണ്ടുപോവുകയാണ്. മല്ലായുജീബുഹും, അവരിങ്ങനെ വിളിച്ചു പറയുകയാ, വിളിച്ചു കേഴുകയാണ്. ഉപ്പാന്ന് വിളിക്കാം. നമ്മളൊക്കെ ചിന്തിച്ചു നോക്കൂ, നമ്മളെ ഉപ്പാന്ന് നമ്മളെ കുട്ടികളെ വിളിച്ച് കരയുന്ന ഒരു ദിവസം. എന്താ പരങ്ങും? ചെറിയ മക്കൾ ഇങ്ങനെ വിളിച്ചു കരയുക, ഭാര്യ വിളിച്ചു കരയുക. ഇന്നലെ രാത്രി എന്റെയും കൂടെ നിങ്ങളെയും കൂടെ കിടന്ന പെണ്ണ് വിളിച്ചു പറയുക. തിരിച്ചോ മല്ലായുജീബുഹും, ഒരു വാക്ക് മറുപടി പറയണമെന്നുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യത്തിന്റെയും ശുഊർ മരിച്ച മയ്യത്തിന് കൊടുക്കും. പക്ഷേ മറുപടി പറയാൻ സാധ്യമല്ല. എല്ലാവനും അറിയും. ആ ശുഊറൊക്കെ ആ തടിക്ക് അല്ലാഹു തആല നൽകും.
തടിക്ക് ഷുഊർ കൊടുക്കും, പക്ഷെ മറുപടി അറിയാൻ കഴിയും. ഞാനാകട്ടെ വഖദ് കുന്തു ഫിദ്ദുനിയാ സരീഅൽ ഇജാബതി. എന്തിനാ ഞാൻ മൊബൈൽ വാങ്ങിയത്? ഭാര്യയ്ക്ക് എന്നെ എപ്പോഴും വിളിക്കാൻ. അത് ഏറ്റവും കൂടുതൽ ടവറുള്ള മൊബൈൽ നമ്മൾ വാങ്ങുള്ളൂ. ഏതെങ്കിലും ടവർ കമ്മിയുള്ള മൊബൈൽ ആണെങ്കിൽ ആയിക്കോട്ടെ ഞങ്ങൾ വാങ്ങാം. അതിന്റെ ഏജന്റ് നമ്മളെ സമീപിച്ചാൽ തന്നെ പറയാം വാങ്ങാം, പിന്നെ കുറച്ചും കൂടി പ്രചാരത്തിലാവട്ടെ. എന്തുകൊണ്ട്? ഭാര്യക്ക് എപ്പോഴും വിളിക്കണം, ഉമ്മക്ക് എപ്പോഴും വിളിക്കണം, മക്കൾക്ക് എപ്പോഴും വിളിക്കണം. അതാണ് വഖദ് കുന്തു ഫിദ്ദുനിയാ സരീഅൽ ഇജാബതി. വിളിക്കുന്ന മുമ്പ് ഉത്തരം പറയുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഇന്ന് ഇത് നടക്കുന്നില്ല. ഇതാണ് പറഞ്ഞത്. ഇനി ഹദീസിലേക്ക് മടങ്ങി പോവാ. ഇത് ഞാനൊരു ഹദീസിന്റെ അർത്ഥം പറഞ്ഞതാ. ഇതാണ് പറഞ്ഞത് ദിക്റുൽ മൗത്ത്. ഇതാണ് ദിക്റുൽ മൗത്ത്. അല്ലാതെ എന്റെ അല്ല. നാട്ടുകാർ മരിച്ചല്ലോ എന്ന് ഞാൻ ആലോചിക്കല്ല, ഞാൻ മരിക്കണത് ഞാനത് ആലോചിക്കുക. ചിന്തിക്കണം എന്തായി പറഞ്ഞത്. ഇത് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം. ഇത് ഗൗരവമായി ചിന്തിക്കണം. അതാണ് ദിക്റുൽ മൗത്ത്. മരിക്കും എന്ന ചിന്ത, ഞാൻ മരിക്കും എന്ന ചിന്ത. എനിക്ക് മരണം ഉണ്ടാവും, ഞാൻ മരിച്ചു പോകും, ഈ ബോധം ഉണ്ടാവും. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ഹബീബായ നബി പറഞ്ഞു, ഇബ്നു മാജ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനിബ്നു ഉമർ ഖാല ഖാല റസൂലുള്ളാഹി. ഹബീബായ നബി പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. ഈ രസം മുറിച്ചു കളയുന്ന കാര്യങ്ങളെ എപ്പോഴും ആലോചിക്കണം, അധികരിപ്പിക്കണം. ഈ രസം മുറിച്ചുകൾ എപ്പോഴും രസം മുറിയും, എപ്പോഴും മുറിയാമല്ലോ. എന്റെ ഒരു അയൽവാസി നല്ലൊരു ചെറുപ്പക്കാരൻ 2 ദിവസം പനിച്ചു. 3-ാം ദിവസം രാവിലെ എണീറ്റ് കുറച്ച് വെള്ളം ചോദിച്ചു. ഒരു പാത്രം വെള്ളം കുടിച്ചു. പിന്നെ ചോദിച്ചു ഒരു പാത്രം കൂടി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 2ാമത്തെ പാത്രം കുടിച്ചു, അവിടെ വീണു, അപ്പം മരിച്ചു. ചെറുപ്പക്കാരൻ, 2 കുട്ടികളെ വാപ്പ, ചെറുപ്പക്കാരൻ, അധ്വാനി, തൊഴിലാളി. അല്ലാഹു തആല മഗ്ഫിറത്ത് ചെയ്യട്ടെ. ആ വീട്ടിലാകട്ടെ വേറൊരു ആൺകുട്ടി ഇല്ലതാണ്. ചിന്തിക്ക്, അത് ഞാനായിക്കൂടെ നാളെ രാവിലെ? ഇത് ഞാനാകും, ഇത് ഞാനാകാം എന്ന ബോധം ഉണ്ടാവണം. ഇത് നമ്മൾ ചിന്തിക്കണം, ഇത് വളരെ ആലോചിക്കണം. ചെറുവിരൽ കൊണ്ട് കേരളത്തിലുള്ള ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങളെ നിയന്ത്രിച്ച മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ലാ പുതിയങ്ങാടി കിടക്കുകയാ. ചിന്തിക്കണം, ആലോചിക്കണം. കേരളത്തിന്റെ എല്ലാവിധ ഇസ്ലാമിക ഉദ്ധാനതയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരനായിരുന്ന മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ഖൈറുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുകയാ. അവരൊക്കെ ഈ ലോകത്തെ സമുന്നതന്മാരായിരുന്നു. അവർക്കൊക്കെ നമ്മളെക്കാൾ വലിയ ജീവിതമുണ്ടായിരുന്നു. പക്ഷെ അവരുടെ കാലം കഴിഞ്ഞുപോയി. ഇനി ഒരു വിളിപ്പാട് നമുക്ക് ബാക്കിയുണ്ട്. ഏത് വിളിപ്പാട് എപ്പോൾ തിരിച്ചു വിളിക്കുമെന്ന ചിന്ത നമുക്കുണ്ടാവണം. ഇതാണ് ഹബീബായ നബി പഠിപ്പിച്ചത്. ഈ രസം മുറിച്ചു കളയുന്ന ചിന്ത നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. അർത്ഥം കേട്ടോളൂ കേട്ടോ, അർത്ഥം കേട്ടോ. ഒരാൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ യശ്റഹ് സദ്റഹു, നെഞ്ച് വിശാലമാക്കി കൊടുക്കും. എന്താ അതിന്റെ അർത്ഥം? നെഞ്ച് വിശാലമാവുക എന്ന് പറഞ്ഞാൽ നല്ല മൈക്ക് ടൈസന്റെ അത്ര ബോഡി ഉണ്ടാവുക എന്നല്ല അതിന്റെ അർത്ഥം. നെഞ്ചൊക്കെ ഇങ്ങനെ വിശാലാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാഷ്യസ് ക്ലൈന്റെ മാത്രമേ മസിൽ പവർ ഉണ്ടാകുക എന്നല്ല. എന്താ അതിന്റെ അർത്ഥം? കാലു സ്വഹാബികൾ പുണ്യ നബിയോട് ചോദിച്ചു, നബിയെ വമാ അലാമത്തു ദാലിക, ഒരാളെ ഹൃദയം വിശാലമാണ്, ഒരാളെ നെഞ്ച് വിശാലമാണ് എന്നതിനുള്ള തെളിവെന്താ നബിയെ? എനിക്ക് വിശാലമായ ഹൃദയമുണ്ട് എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാം നബിയെ എന്ന് പുണ്യ നബിയോട് ചോദിച്ചപ്പോ കാല, ഹബീബായ നബി പറഞ്ഞു, അൽഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, ശാശ്വതമായ വീട്ടിലേക്ക് എപ്പോഴും മടക്കബോധമുണ്ടാവുക. ഹിദായത്ത് എനിക്കുണ്ടോന്ന് എനിക്കറിയാനുള്ള മാർഗം 3 എല്ലാ ദിവസവും 17 വട്ടം നിർബന്ധമായി പറയുന്നുണ്ടല്ലോ. എന്ത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ ഹിദായത്ത് നൽകണേ. അല്ലാഹു ഹിദായത്ത് തരട്ടെ. പക്ഷെ ഹിദായത്ത് കിട്ടിയിട്ടുണ്ട് എന്നെങ്ങനെ മനസ്സിലാക്കാം? പുണ്യ നബി പഠിപ്പിച്ചു. അതിന് 3 കാര്യങ്ങളുണ്ട്, 3 മാർഗങ്ങളുണ്ട്. ആ 3 മാർഗങ്ങൾ എന്റെ ഹൃദയത്തിൽ എനിക്ക് സദാ ഉണ്ടെങ്കിൽ എനിക്കുറപ്പാക്കാം എനിക്ക് ഹിദായത്ത് ഉണ്ട്. ഇല്ലെങ്കിൽ ഉറപ്പിക്കാം എനിക്ക് ഹിദായത്ത് ഇപ്പോഴില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.